ഒടിയൻ. ആരാണ് ഒടിയൻ? പണ്ടുകാലത്ത് വളുവനാട് ഒടിയന്മാർ ജീവിച്ചിരുന്നതായി പറയപ്പെടുന്നു. ജാതി വ്യവസ്ഥയും അടിമത്വവും നിലനിന്നിരുന്ന കാലം, ജന്മിമാർ സാധാരണക്കാരെ ഭരിച്ചിരുന്ന കാലം. തങ്ങളുടെ മേലുള്ള അടിമത്തത്തിനെതിരെ അവർക്ക് പ്രതികരിക്കാനുള്ള ഒരേ ഒരു മാർഗമായിരുന്നു ഒടിയൻ. പാണനും പറയനുമാണ് ഏറ്റവും കൂടുതൽ ഒടിവിദ്യ ചെയ്തിരുന്നെന്ന് പറയപ്പെടുന്നു. പാലക്കാട്, മലപ്പുറം, തൃശൂർ എന്നീ ജില്ലകൾ ഒടിവിദ്യയ്ക്ക് കുപ്രസിദ്ധി ആർജിച്ചവയാണ്. പണ്ട് ജന്മിമാരാൽ അപമാനിതനായ ഒരു പാണൻ തങ്ങളുടെ വംശം നേടുന്ന ദുരിതത്തിന് അറുതി വരുത്താൻ തീരുമാനിക്കുന്നു. അവൻ തന്റെ ഉപാസനാമൂർത്തിയായ കരിങ്കുട്ടിയെ പ്രാർത്ഥിക്കുന്നു. ദിവസങ്ങൾ നീണ്ടുന്ന പ്രാർത്ഥനയ്ക്കൊടുവിൽ കരിങ്കുട്ടി പ്രത്യക്ഷനാവുന്നു. തന്റെ വംശത്തെ ദ്രോഹിക്കുന്ന ജന്മിമാരുടെ സർവനാശം അവൻ ആവശ്യപ്പെടുന്നു. എന്നാൽ കരിങ്കുട്ടിക്ക് ആ വരം നൽകാൻ സാധിച്ചില്ല. പകരം അവന്റെ ആഗ്രഹപ്രകാരം ഇഷ്ടമൃഗത്തിന്റെ രൂപം കൈവരിക്കാനുള്ള ഔഷധക്കൂട്ട് പറഞ്ഞു കൊടുക്കുന്നു. ഇതിനായി ഒടിയൻ പൂർണ്ണ ഗർഭിണിയായ സ്ത്രീയെ രാത്രി തന്റെ മന്ത്രശക്തി ഉപയോഗിച്ച് പുറത്തെത്തിക്കുന്നു. അവളുടെ വയറ്റിൽ നിന്നും മുളങ്കമ്പ് ഉപയോഗിച്ച് ഗർഭസ്ഥ ശിശുവിനെ പുറത്തെടുക്കുന്നു. അതിൽ നിന്നും വരുന്ന ദ്രവ്യവും ചില പച്ചമരുന്നുകളും ചേർത്ത് ഒടിയൻ ഔഷധക്കൂട്ടുണ്ടാക്കുന്നു. ഈ ഔഷധക്കൂട്ട് ചെവിയുടെ പിന്നിൽ പുരട്ടുന്നതോടെ ഒടിയൻ അവൻ ആഗ്രഹിക്കുന്ന മൃഗമായി മാറുന്നു. മന്ത്രശക്തി ഉപയോഗിച്ച് ഒടിയൻ ചെയ്യുന്ന മന്ത്രവിദ്യയാണ് ഒടിവിദ്യ. കാള, എരുമ എന്നീ മൃഗങ്ങളുടെ രൂപം കൈവരിക്കുന്ന ഒടിയൻ ശത്രുക്കളെ ഭയപ്പെടുത്തുന്നു. മന്ത്രങ്ങൾ ഉപയോഗിച്ച് ബോധരഹിതയാക്കിയിട്ട് കഴുത്തൊടിച്ച് കൊലപ്പെടുത്തുന്നതാണ് ഒടിയന്റെ രീതി. അതുകൊണ്ടാണത്രേ ഒടിയൻ ആ പേര് വന്നത്. നന്നായി നിരീക്ഷിക്കാൻ കഴിവുള്ളവർക്ക് ഒടിയനെ തിരിച്ചറിയാൻ സാധിക്കും. കാരണം ഒടിയന് ഒരിക്കലും പൂർണ്ണമായും മൃഗമായി മാറാൻ സാധിക്കില്ല. വെളിച്ചത്തെ ഭയന്നിരുന്ന അവർ വൈദ്യുത വിളക്കിന്റെ വരവോടെ ഇരുട്ടിൽ മറിഞ്ഞു. എന്റെ കഥ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നിങ്ങളുടെ സ്വന്തം നിച്ചു.